അതന്നെ ഈ യൂണിവേഴ്സിറ്റികളിലെ VC നിയമനത്തിന് ജഡ്ജിയുടെ കമ്മിറ്റി വന്നതോടെ തിരിച്ചടിയേറ്റത് സർക്കാരിൻ്റെ രാഷ്ട്രീയ കളികൾക്കാണ്. ഇത്രയും കാലം VC നിയമനത്തിന് തടയിട്ടത് സർക്കാരായിരുന്നു. അപ്പോൾ സുപ്രീം കോടതി രൂപീകരിച്ച കമ്മിറ്റിയിലും ഭൂരിപക്ഷം ഗവർണർക്കാണുള്ളത്. ഇനിയിപ്പോൾ ഈ പിണറായി വിജയന്റെ കളികളൊന്നും നടക്കില്ല അല്ലേ? ഇല്ല, ഇനി സർവകലാശാലയിൽ പിണറായി വിജയന്റെ ഒരു കളിയും നടക്കില്ല. പിണറായി വിജയന്റെ മാത്രമല്ല CPM-ന്റെ ഒരു കളിയും നടക്കില്ല എന്നുള്ളതാണ്. ഗവർണർ പിടിച്ചെടുത്ത കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി കേന്ദ്രത്തിനും ഗവർണർക്കും താല്പര്യമുള്ള ആളുകളാണ് ഗവർണർക്ക് താല്പര്യമുള്ള ആൾ. അതായത് ഇവർക്ക് CPM ഭരിക്കുമ്പോൾ CPM-ന് താല്പര്യമുള്ള ആളുകൾ VC സ്ഥാനത്ത് വരും. ഈ ഒരു വക പഠിക്കാത്ത ക്ലാസ്സിൽ കയറാത്ത ഈ SFI-കാരന്മാരെല്ലാം ജയിച്ച് പിന്നെ ഡിഗ്രി ആയി PG എടുക്കും. ഇത് PhD വരെ വേണമെങ്കിൽ ഒമാർക്ക് കിട്ടും. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല. കാരണം യൂണിവേഴ്സിറ്റിക്കകത്ത് നടക്കുന്ന കള്ളക്കളിയാണ്. സാധാരണക്കാരാണെങ്കിൽ ഏതെങ്കിലും ഒരു വിഷയം പോയാൽ 3-4 തവണ എഴുതിയെടുത്താണ് പിന്നെ പാസ്സാവുന്നത്. ഇവന്മാരൊന്നും ക്ലാസ്സിൽ കയറിയില്ലെങ്കിൽ അറ്റൻഡൻസിന് പോലും പ്രശ്നങ്ങളില്ല. എന്നിട്ട് അതുകൊണ്ടാണ് ഈ VC നിയമനം ഈ ഭരിക്കുന്ന പാർട്ടികളുടെ കയ്യിൽ തന്നെ വേണമെന്ന് ഈ യുവജന സംഘടന, അതായത് ഈ വിദ്യാർത്ഥി സംഘടനകൾ ഇത്ര വാശി പിടിക്കുന്നത്, ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതും ഒക്കെ ഈ ഒരൊറ്റ കാര്യത്തിനാണ്. അവർക്ക് എങ്ങനെയെങ്കിലും അവരുടെ കാര്യങ്ങൾ നടക്കണം എന്നുള്ളതാണ് അവരുടെ ഒരു പ്രധാന അജണ്ട എന്ന് പറയുന്നത്. ഇപ്പോ ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലയിൽ വൈസ് ചാൻസലർ നിയമനത്തിന് സുപ്രീം കോടതി ബംഗാൾ മോഡൽ തീരുമാനമെടുത്തത് സംസ്ഥാന സർക്കാരിന് കനത്ത തിരിച്ചടിയായി. വൈസ് ചാൻസലർ നിയമനങ്ങൾക്കുള്ള സെർച്ച് കമ്മിറ്റിയിലേക്ക് യൂണിവേഴ്സിറ്റി സെനറ്റുകളുടെ പ്രതിനിധിയെ നൽകാതെ ഇത്രയും കാലം രാഷ്ട്രീയം കളിക്കുകയായിരുന്നു സർക്കാർ. എന്നാൽ റിട്ടയർഡ് ജഡ്ജി സുധാൻഷു ധൂലിയെ സെർച്ച് കമ്മിറ്റി ചെയർപേഴ്സണാക്കി സുപ്രീം കോടതി ഉത്തരവിട്ടതോടെ സർക്കാരിന്റെ കള്ളക്കളി പൊളിഞ്ഞു. ബംഗാളിലും സുപ്രീം കോടതി റിട്ടയർഡ് ജഡ്ജിയാണ് സെർച്ച് കമ്മിറ്റി ചെയർമാനാക്കിയത്. സംസ്ഥാനത്തിന്റെ നോമിനി എന്ന നിലയിൽ സെർച്ച് കമ്മിറ്റി രൂപീകരിക്കാനും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിനു പുറമെ UGCയുടെ ഒരു പ്രതിനിധിയും ഉണ്ടാകും. അതോടെ സെർച്ച് കമ്മിറ്റിയിൽ ഗവർണർക്ക് 3 അംഗങ്ങളുടെ മേൽക്കൈ ഉണ്ടാകും. കമ്മിറ്റിക്ക് 3 മുതൽ 5 വരെ പേരിലുള്ള പാനലോ അഭിപ്രായ ഐക്യമില്ലെങ്കിൽ ഓരോ അംഗങ്ങൾക്ക് വ്യത്യസ്ത പാനലുകളോ VC നിയമനത്തിനായി ഗവർണർക്ക് നൽകാം. ഇതിൽ നിന്ന് ഗവർണർക്ക് തന്റെ വിവേചനാധികാരം ഉപയോഗിച്ച് ഒരാളെ നിയമിക്കാം. ഇതാണ് സർക്കാരിന് തിരിച്ചടിയായിരിക്കുന്നത്. പേരുകളുടെ മുൻഗണനാക്രമം പോലും പാലിക്കണമെന്നില്ല. സെർച്ച് കമ്മിറ്റിയിൽ ഗവർണറുടെ 2 പ്രതിനിധികളും UGCയുടെ പ്രതിനിധിയും ഉള്ളതിനാൽ കേന്ദ്ര സർക്കാരിന് ഗവർണർക്ക് താല്പര്യമുള്ളവരെ അന്തിമ പാനലിൽ ഉൾപ്പെടുത്താൻ സാധിക്കും. ചുരുക്കത്തിൽ കേന്ദ്രവും ഗവർണറും ആഗ്രഹിക്കുന്നവരെ VC-യെ നിയമിക്കാൻ നിഷ്പ്രയാസം കഴിയുമെന്നാണ് നിലവിലെ സ്ഥിതി. ഗവർണറുടെ ഭാഗത്തു നിന്ന് സഹകരണമില്ല എന്നാണ് സംസ്ഥാനം കോടതിയെ നേരത്തെ അറിയിച്ചിരുന്നത്. സഹകരണത്തിന് വേണ്ടി പരമാവധി ശ്രമിച്ചെന്ന് സംസ്ഥാനം അറിയിച്ചു. എന്നാൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഒരു ശ്രമവും ഇല്ല എന്നാണ് അറ്റോർണി ജനറൽ കോടതിയിൽ പറഞ്ഞത്. പിന്നാലെ VC നിയമനവുമായി ബന്ധപ്പെട്ട് സെർച്ച് കമ്മിറ്റി രൂപീകരിക്കാൻ നിർദ്ദേശിക്കുകയായിരുന്നു. സെർച്ച് കമ്മിറ്റി പാനൽ മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രി ഈ പാനൽ ഗവർണർക്കും കൈമാറണം. എന്നാൽ VC നിയമനാധികാരി ഗവർണറാണ്. അതിനാൽ സർക്കാരിന് ഇഷ്ടമുള്ളവരെ തിരികെ കയറ്റാനോ VC ആക്കാനോ കഴിയില്ല. സെർച്ച് കമ്മിറ്റി ദേശീയ തലത്തിൽ പരസ്യം നൽകി അപേക്ഷകൾ സ്വീകരിച്ചാവും VC നിയമനത്തിനുള്ള പാനലിനി ഉണ്ടാക്കുന്നത്. സുപ്രീം കോടതി VC നിയമനത്തിന് പാനൽ ഉണ്ടാക്കിയതോടെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി VC നിയമനത്തിനായി സർക്കാർ കൊണ്ടുവന്ന ഓർഡിനൻസ് പ്രസക്തമല്ലാതായി മാറി. ഓർഡിനൻസിൽ ഗവർണർ ഇതുവരെ ഒപ്പിട്ടിട്ടില്ല. ഡിജിറ്റൽ സർവകലാശാല VC നിയമനത്തിന് ഗവർണറുടെ പ്രതിനിധിയെ ഒഴിവാക്കി സർക്കാർ കൊണ്ടുവന്ന ഓർഡിനൻസ് സുപ്രീം കോടതി ഉത്തരവോടെ അപ്രസക്തമായി. താൽക്കാലികമായി VC-മാരായ ഡോക്ടർ സിസാർ തോമസ്, ഡോക്ടർ ശിവപ്രസാദ് എന്നിവരുടെ നിയമനം റദ്ദാക്കണമെന്ന സർക്കാരിന്റെ ആവശ്യം സുപ്രീം കോടതി അംഗീകരിച്ചില്ല. സ്ഥിരം VC നിയമനം പൂർത്തിയാകുന്നത് വരെ ഇവർക്ക് തുടരാം. മാത്രമല്ല VC നിയമനത്തിന് അപേക്ഷിക്കാനും ഇവർക്ക് കഴിയും. താൽക്കാലിക VC നിയമനത്തിൽ ഗവർണറുടെ നിലപാട് തള്ളിയെങ്കിലും പുനർനിയമന വിജ്ഞാപനങ്ങളുടെ നിയമപരമായ സാധ്യത പരിശോധിക്കുന്നതിലേക്ക് കോടതി കടന്നിട്ടില്ല. സ്തംഭനാവസ്ഥ പരിഹരിക്കുന്നതിനാണ് മുൻഗണന നൽകുന്നത്. നിയമപരമായ വിഷയങ്ങൾ ഇപ്പോൾ കൈകാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. താൽക്കാലിക VC പ്രശ്നത്തിൽ സംസ്ഥാന സർക്കാർ ബലം പിടിക്കരുത്. സ്ഥിരം VC നിയമനത്തിന് ഊന്നൽ നൽകേണ്ടതെന്നും കോടതി വ്യക്തമാക്കി. സ്ഥിരം VC നിയമനത്തിന് സംസ്ഥാനവും ഗവർണറും നൽകിയ പട്ടികയുടെ അടിസ്ഥാനത്തിൽ കമ്മിറ്റി രൂപീകരിക്കും. അത് മാത്രമല്ല 2 പേർ ചാൻസലറുടെ നോമിനി ആയിരിക്കും. 2 പേർ സംസ്ഥാനത്തിന്റെ നോമിനി എന്ന നിലയിൽ സെർച്ച് കമ്മിറ്റി രൂപീകരിക്കുമെന്നാണ് കോടതി വ്യക്തമാക്കി. ഇതിനു പുറമെ UGCയുടെ പ്രതിനിധിയും ഉണ്ടാകും. അപ്പൊ അതോടെ സെർച്ച് കമ്മിറ്റിയിൽ ഗവർണർക്ക് 3 അംഗങ്ങളുടെ മേൽക്കൈ ഉണ്ടാകും. അപ്പൊ ഈ പറഞ്ഞതുപോലെ ഈ സർക്കാരുമായുള്ള ഏറ്റുമുട്ടലുകൾ ഒരു പരിധിവരെ കുറയാൻ ഇത് സഹായകരമാകും. കാരണം ഇവർക്ക് തീരുമാനമെടുക്കാൻ കഴിയും. കാരണം ഇത്തരത്തിലുള്ള നമുക്കറിയാം ആരിഫ് മുഹമ്മദ് ഖാൻ ഉണ്ടായിരുന്ന സമയത്തുണ്ടായിരുന്ന പല വിഷയങ്ങളും, ബില്ലുകൾ ഒപ്പിടാത്തത് സംബന്ധിച്ചുള്ള പല വിഷയങ്ങളും ഇനി അത്രയധികം ഡിലേ വരാനുള്ള സാധ്യതയില്ല. കമ്മിറ്റിക്ക് 3 മുതൽ 5 വരെ പേരുകളുള്ള പാനലോ അഭിപ്രായ ഐക്യമില്ലെങ്കിൽ ഓരോ അംഗങ്ങൾക്കും വ്യത്യസ്ത പാനലുകളൊക്കെ ഉണ്ട്. ഇപ്പം VC നിയമനത്തിനായി ഗവർണർക്ക് ഇതിനായി നൽകാം.
ഇതിൽ നിന്ന് ഗവർണർക്ക് തന്റെ വിവേചനാധികാരം ഉപയോഗിച്ച് ഒരാളെ നിയമിച്ചാൽ മതിയാകും. അപ്പൊ ഗവർണറുടെ കയ്യിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നുള്ളതാണ്. പക്ഷെ ഗവർണർ ഏത് തരത്തിലായിരിക്കും ഇതിനെ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് എല്ലാവരും. ആർലേക്കർ കുറച്ചുകൂടി ഒരു RSS കാരനാണെങ്കിലും കുറച്ചുകൂടി കാര്യങ്ങൾ നടപ്പിലാക്കാൻ കൃത്യമായി ശ്രമിക്കുന്നല്ലേ. അതെ, ഈ സർവകലാശാലയിൽ ഇനി ഒരു തട്ടിപ്പ് വെട്ടിപ്പ് ഒന്നും നടക്കാതിരിക്കാൻ കാര്യങ്ങൾ കൃത്യമായി പോകാൻ അതിന് ശ്രമിക്കും എന്നാണ് തോന്നുന്നത്. അത് മാത്രമല്ല, ഇപ്പൊ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു പല കാര്യങ്ങളിലും ഇത്തരത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉന്നയിച്ചെങ്കിലും ഇനി അതൊന്നും നടക്കുമെന്ന് തോന്നുന്നില്ല. കാരണം ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. പേരുകളുടെ മുൻഗണനാ ക്രമം പോലും ഇനി പാലിക്കണമെന്നില്ല. സെർച്ച് കമ്മിറ്റിയിൽ ഗവർണറുടെ 2 പ്രതിനിധികൾ UGCയുടെ പ്രതിനിധികൾ ഉള്ളതിനാൽ കേന്ദ്ര സർക്കാരിനും ഗവർണർക്കും താല്പര്യമുള്ളവരെ അന്തിമ പാനലിൽ ഉൾപ്പെടുത്താൻ സാധിക്കും. അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാരിന് ഒരു റോളും ഇല്ലെന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ചുരുക്കത്തിൽ കേന്ദ്രവും ഗവർണറും ആഗ്രഹിക്കുന്നവരെ VC ആയി നിയമിക്കാൻ നിഷ്പ്രയാസം കഴിയുമെന്നുള്ളതാണ് നിലവിലെ സ്ഥിതി. ഗവർണറുടെ ഭാഗത്തുനിന്ന് സഹകരണമില്ലെന്നാണ് സംസ്ഥാനം നേരത്തെ കോടതിയെ അറിയിച്ചിരുന്നത്. അപ്പോൾ സഹകരണത്തിന് വേണ്ടി പരമാവധി ശ്രമിച്ചെന്നും സംസ്ഥാനം അറിയിച്ചു. എന്നാൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു ശ്രമവും ഇല്ലെന്നാണ് അറ്റോർണി ജനറൽ കോടതിയിൽ പറഞ്ഞത്. പിന്നാലെ VC നിയമനവുമായി ബന്ധപ്പെട്ട് സെർച്ച് കമ്മിറ്റി രൂപീകരിക്കാൻ നിർദ്ദേശിക്കുകയായിരുന്നു. അപ്പോൾ സെർച്ച് കമ്മിറ്റി പാനൽ മുഖ്യമന്ത്രിക്കും, മുഖ്യമന്ത്രി ഈ പാനൽ ഗവർണർക്കും കൈമാറണം. എന്നാൽ VC നിയമനാധികാരി ഗവർണറാണ്. അതിനാൽ സർക്കാരിന് ഇഷ്ടമുള്ളവരെ VC ആക്കാൻ യാതൊരു വഴിയുമില്ല. സെർച്ച് കമ്മിറ്റി ദേശീയ തലത്തിൽ പരസ്യം നൽകി അപേക്ഷകൾ സ്വീകരിച്ചാവും VC നിയമനത്തിനുള്ള അന്തിമ പാനൽ ഉണ്ടാക്കുക. അതുകൊണ്ട് തന്നെ സുപ്രീം കോടതി VC നിയമനത്തിന് പാനൽ ഉണ്ടാക്കിയതോടെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി VC നിയമനത്തിനായി സർക്കാർ കൊണ്ടുവന്ന ഓർഡിനൻസിന് ഇനി യാതൊരു പ്രസക്തിയും ഇല്ലാതായി മാറി. ഓർഡിനൻസിൽ ഗവർണർ ഇതുവരെ ഒപ്പിട്ടിരുന്നില്ല. ഡിജിറ്റൽ സർവകലാശാല VC നിയമനത്തിന് ഗവർണറുടെ പ്രതിനിധിയെ ഒഴിവാക്കി സർക്കാർ കൊണ്ടുവന്ന ഓർഡിനൻസ് സുപ്രീം കോടതി ഉത്തരവോടുകൂടി അപ്രസക്തമായി കഴിഞ്ഞിരിക്കുന്നു. ഈ താൽക്കാലിക VC നിയമനത്തിൽ ഗവർണറുടെ നിലപാട് തള്ളിയെങ്കിലും പുനർനിയമന വിജ്ഞാപനങ്ങളുടെ നിയമപരമായ സാധുത പരിശോധിക്കുന്നതിലേക്ക് കോടതി കടന്നിട്ടില്ല. സ്തംഭനാവസ്ഥ പരിഹരിക്കുന്നതിനാണ് മുൻഗണന നൽകുന്നത്. നിയമപരമായ വിഷയങ്ങൾ ഇപ്പോൾ കൈകാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. താൽക്കാലിക VC പ്രശ്നത്തിൽ സംസ്ഥാന സർക്കാർ ബലം പിടിക്കരുതെന്നാണ് പറയുന്നത്. സ്ഥിരം VC നിയമനത്തിനാണ് ഊന്നൽ നൽകേണ്ടതെന്നും ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തണമെന്നുമാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ സെർച്ച് കമ്മിറ്റി പാനൽ മുഖ്യമന്ത്രിക്കും, മുഖ്യമന്ത്രി പാനൽ ഗവർണർക്കും കൈമാറണമെന്നുള്ള വ്യവസ്ഥയാണ്. എന്നാൽ ഈ VCയുടെ നിയമനാധികാരി ഗവർണറാണ്. അതിനാൽ സർക്കാരിന് ഇഷ്ടമുള്ളവരെ VC ആക്കാൻ ഇനി യാതൊരു വഴിയും ഉണ്ടാകില്ല. സെർച്ച് കമ്മിറ്റി ദേശീയ തലത്തിൽ പരസ്യം നൽകി അപേക്ഷകൾ സ്വീകരിച്ചാകും VC നിയമനത്തിനുള്ള അന്തിമ പാനൽ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഇനി ഒരു വലിയ ഒരു മാറ്റത്തിനാണ് ഇതോടുകൂടി തുടക്കം കുറിച്ചിരിക്കുന്നത്. കാരണം ഇത് ഗവർണറും സർക്കാരും തമ്മിലുള്ള ഈ ഏറ്റുമുട്ടൽ തെരുവിലേക്ക് വലിച്ചിഴയ്ക്കുന്നത് വിദ്യാർത്ഥികൾക്ക് തന്നെ വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്ന സാഹചര്യത്തിൽ ഇതിൽ ഒരു പരിഹാരം കണ്ടത് വളരെയധികം സന്തോഷമുള്ള കാര്യം.